മെഴുകുതിരി വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും സിമിത്തേരി പോയി പ്രാർത്ഥിച്ചാൽ പറ്റുകയാണെങ്കിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൂടുതൽ അനുഗ്രഹപ്രദമാണ്. അതൊരു പ്രതീകാത്മകതയാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈശോ പ്രകാശമാണ് ലോകത്തിൻ്റെ. മരിച്ചവർ ഒരർത്ഥത്തിൽ അവരന്ധകാരത്തിലേക്ക് പോയിട്ടില്ല, പക്ഷെ അവർ സ്വർഗീയ പ്രകാശത്തിലേക്ക് എത്തിയിട്ടില്ല. ശുദ്ധീകരണ സ്ഥലത്ത് വെട്ടം കുറച്ചേ ഉള്ളൂ എന്ന് പറയുക സഭ. ഭാഗികമായ വെട്ടമുള്ള വെളിച്ചമുള്ള സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. അത് നരകമല്ല, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, സ്വർഗത്തിലേക്കുള്ള ഇടവഴിയാണ്, ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശുദ്ധീകരണ അവസ്ഥയിലുള്ളവർക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മെഴുകുതിരി കത്തിച്ചു വെച്ച് ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായുടെ പ്രതീകമായ പ്രകാശത്തോടു കൂടെ മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ട് ആ ചൂടിൻ്റെയും ആ ഒരു വെളിച്ചത്തിൻ്റെയും മുൻപിലിരുന്നു കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, മെഴുകുതിരി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ പ്രാർത്ഥനയും കുറച്ചും കൂടെ അർത്ഥവത്തായിട്ട് തോന്നും. ഒരു പ്രതീകാത്മകതയാണ്. പ്രാർത്ഥിച്ചാൽ നല്ലതാണെന്ന് മാത്രം, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ ശുദ്ധീകരണ